അത് ഞാൻ മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ റോമിയോ ചേട്ടൻ വീട്ടിൽ വന്നോ? ഞാൻ 7:30 വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ മറ്റേ ഗ്രൗണ്ടിൻ്റെ അവിടെ ഉണ്ട്, നമ്മുടെ ഈ മറ്റേ ഗ്രൗണ്ട് ഉണ്ടല്ലോ അപ്പുറത്തെ കാണാൻ. എനിക്ക് ആ പൂ ഒന്ന് കൊണ്ടു തരണം കേട്ടോ. തന്നെ അച്ഛൻ കൊണ്ടുപോവാ, പോവാ. ചേച്ചിയും ഞാനും കൊച്ചിലെ ഭയങ്കര അടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചേച്ചി കോളേജിൽ പോകാൻ നേരം ചേച്ചി ഹോസ്റ്റലിലോട്ട് പോയി. അന്നേരം കുറേ നാൾ കാണാമായിരുന്നു. അന്നേരം കുറച്ച് മിസ്സിങ് ആയിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പറയത്തൊന്നുമില്ല, വിഷമം ഉണ്ടെങ്കിലും അങ്ങനെ പറയത്തൊന്നുമില്ല. അങ്ങനെ വലിയ സ്നേഹം കാണിക്കുന്ന ടൈപ്പ് അല്ല. പാട്ടുകാരി, ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ള ഞാനൊരു പാട്ടുകാരിയാണ് ചേച്ചിയെ പോലെ തന്നെ. ജനിച്ച സമയത്ത് ഡോണെ ഒരുപാട് പാട്ട് പാടി ഉറക്കിയതൊക്കെ ചേച്ചിയായിരുന്നു. അതെ, ചേച്ചി എങ്ങനെ ആവാന്ന് അനുകരിക്കുമായിരുന്നു. ചേച്ചിയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഇതുപോലൊരു ചേച്ചിയെ കിട്ടാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം. ചേച്ചി എങ്ങും പോകുന്നൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പോകും. ചേട്ടനെ പുതിയൊരു ബ്രദറിനെ കിട്ടിയ സന്തോഷമുണ്ട് ചേച്ചി ചേട്ടനെ. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്. നിനക്കും ദീപ്തിക്കും നല്ല അടിപൊളി ഒരു മാരീഡ് ലൈഫ് ആശംസിക്കുന്നു. ഇതുവരെ അടിച്ചു പൊളിച്ചിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ആശംസിക്കുന്നു. പിന്നെ നമ്മൾ UK വെച്ച് മീറ്റ് ചെയ്യും, നമ്മളവിടെ വെച്ച് ബാക്കി പൊളിക്കും. അപ്പം cheers bro. Okay bro. Okay, bye. Cheers. So take a breath and look at me now.